എപ്പോഴും ഓർത്തോളൂ നിങ്ങൾ, അടുത്ത ജന്മം എങ്ങനെ അറിയണോ? അടുത്ത ജന്മം എങ്ങനെ നമുക്കറിയാം, എങ്ങനെയുള്ളതാവും? ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞു തരും, നോക്കിയിട്ട് നമുക്ക് പറയാം. അടുത്ത ജന്മം എങ്ങനെയാവും നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാം. ഋഷഭദേവന്റെ മക്കൾ, ഋഷഭദേവൻ എന്ന് പറഞ്ഞാൽ ക്ഷത്രിയ വംശത്തിൽപ്പെട്ടവരാണ്. ആരാണ്? രാജാക്കന്മാരാണ്. ആര്? ഋഷഭൻ്റെയൊക്കെ വംശങ്ങൾ. എന്നാൽ ഈ ആളുകളൊക്കെ ആരാണ്? കിട്ടിയോ നിങ്ങൾക്ക്? 13ാമത്തെ ശ്ലോകം. 13ാമത്തെ ശ്ലോകം, 5-ാം സ്കന്ധം 4-ാം അധ്യായം 13-ാം ശ്ലോകം. ഞാൻ 5-ാം സ്കന്ധത്തിലാണ് നിൽക്കുന്നത്. കിട്ടിയോ? 5-ാം സ്കന്ധം 4-ാം അധ്യായം 13-ാം ശ്ലോകം. അവിടെ യവീയാംസ കണ്ടോ? ശ്ലോകം കാണുന്നുണ്ടോ? യവീയാംസ ഏകാശീതിർ ജായന്തേയ. 13-ാം ശ്ലോകം. കിട്ടിയില്ല? ആർക്കും കിട്ടിയില്ല? ഞാൻ 5-ാം സ്കന്ധമാണ് വായിക്കുന്നത്. 5-ാം സ്കന്ധത്തിലെ 4-ാം അധ്യായത്തിലെ 13-ാം ശ്ലോകം. യവീയാംസ ഏകാശീതി ജായന്തേയ. ജായന്തേയ എന്ന് പറഞ്ഞാൽ ജയന്തിയുടെ പുത്രന്മാർ എന്ന് വെച്ചാൽ ഈ ഋഷഭദേവന്റെ ഭാര്യ ജയന്തി. പിതു ആദേശകര. പിതു എന്ന് പറഞ്ഞാൽ ഋഷഭദേവന്റെ, ആദേശം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളൊക്കെ കേട്ട്, എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ. ആരുടെ ശിക്ഷണത്തിൽ? അച്ഛൻ്റെ ശിക്ഷണത്തിൽ അവരെന്ത് ചെയ്തു? മഹാശാലീന. മഹാശാലീന എന്ന് പറഞ്ഞാൽ സംസ്കാരമുള്ളവർ, ശാലീനതയുള്ളവർ. ശാലീനത എന്ന് പറഞ്ഞാൽ എളിമ. ഇതിനൊക്കെ നമ്മളെന്ത് പറയും? ശാലീനമായ ഒരു പെൺകുട്ടി എന്നൊക്കെ പറയില്ലേ? അങ്ങനെ ഒരു ഭാഷയില്ലേ? നല്ല ശാലീനത ഉള്ളവർ, എളിമയുള്ളവർ. അവർക്ക് എളിമ വന്നു. മഹാശ്രോത്രിയ. ശ്രോത്രിയന്മാരെന്ന് പറഞ്ഞാൽ ധാരാളം ആത്മീയമായ ബോധമുള്ളവർ, അറിവുള്ളവരായിരുന്നു. യജ്ഞശീല. യജ്ഞശീല എന്ന് പറഞ്ഞാൽ കർമാനുഷ്ഠാനങ്ങൾ. അവരെ അനുഷ്ഠാനങ്ങളെല്ലാം അവർ കൃത്യതയിൽ കൊണ്ടു നടന്ന് കർമ്മവിശുദ്ധ എന്ത് നേടി? മാനസികമായി വിശുദ്ധി നേടി. ബ്രാഹ്മണാബഭൂഹു. ആരായി തീർന്നു? അപ്പോൾ നോക്കൂ, ഒരു വംശത്തിൽ ജനിച്ചവർ ബ്രാഹ്മണരായി തീർന്നു എന്ന് പറയുകയാണെങ്കിൽ ജന്മം കൊണ്ട് മാത്രമല്ലല്ലോ ബ്രാഹ്മണൻ. ഏത് വ്യക്തിക്കും നിരന്തര പ്രയത്നം കൊണ്ട്. ഇതല്ലേ ഈ ശ്ലോകത്തിനർത്ഥം? ആണോ അല്ലയോ? ഞാൻ ഭാഗവതത്തിലെ വരികളാണ് പറയുന്നത്. ഇത് എഴുതി വെച്ചിരിക്കുകയാണ് വ്യാസഭഗവാൻ. അപ്പോൾ ഈ നാട്ടിൽ സവർണ മേധാവിത്വം എന്ന് പറഞ്ഞ് ഇരുന്ന് കുത്തിയിരുന്ന് ബഹളം വയ്ക്കുകയാണോ വേണ്ടത്? ബ്രാഹ്മണനാവും മാഷേ, പ്രയത്നിക്കും. അതല്ലേ പറയാനുള്ളത്? ആണോ അല്ലയോ? നിങ്ങൾ കുറ്റപ്പെടുത്തി, നിങ്ങൾ ആരെയും പഴയ കഥയും പറഞ്ഞ് തോണ്ടിച്ചവിട്ടിയിരിക്കരുത്. പ്രയത്നിച്ചാരാവണം? ബ്രാഹ്മണനാവൂ. കാരണം ആർക്കും ആരാവാം. ഇതാണ് ഭാരത സംസ്കാരം. ഇതിനല്ലേ ശ്രമിക്കേണ്ടത്. അതുകൊണ്ടല്ലേ ശബരീദേവിയെ വിളിക്കുന്നത്? ഭാഗവതാഢ്യേ മുനിപ്രിയേ ഭഗവത് പ്രിയേ എന്നൊക്കെ രാമൻ വിളിച്ചോ ഇല്ലയോ? അത് ജാതി നോക്കിയിട്ടാണോ? ഇതെന്തേ രാഷ്ട്രീയക്കാരുടെ തല ഇത് കയറാത്തത്? എന്നും പഴയ കഥയും പറഞ്ഞ് ഇങ്ങനെ ഇല്ലേ? ശരിയല്ലേ ഞാൻ പറയണത്? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇത് ഓർത്തു വയ്ക്കണം. ഇതൊക്കെ നിങ്ങൾ പറയണം. ഈ നാട് ആരെയും ജാതീയതയിൽ താഴ്ത്തിയ നാടല്ല. ഈ നാട് എല്ലാവരെയും ബ്രാഹ്മണനാവാനായിട്ട് ആഹ്വാനം ചെയ്ത നാടാണ്. ഒരച്ഛൻ മക്കളെ പറഞ്ഞ രീതിയിലൊക്കെ പരിശീലിപ്പിച്ചപ്പോൾ, അല്ലെങ്കിൽ അവർ പരിശീലിച്ചപ്പോൾ ആരായി? ബ്രാഹ്മണ ബഭൂവു. ശ്ലോകങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഇതൊക്കെ അന്ധമായി നമ്മളെ സംസ്കൃതിയെ വിമർശിച്ച് പരിഹസിക്കുന്നവർക്ക് ഭാഗവതം ഒന്നും ഒരു ABCD അറിയില്ല. നമ്മളും പഠിച്ചിട്ടില്ല, നമ്മളും പഠിക്കുന്നില്ല. എന്നാലല്ലേ ഇതൊക്കെ കണ്ണു തുറന്ന് കണ്ടാലല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ആരും ഇവിടെ ജന്മം കൊണ്ടോ കർമ്മം കൊണ്ടോ താഴ്ന്നവരല്ല. അനുഷ്ഠാനം കൊണ്ട് ഉയരാൻ കഴിയുന്നവരാണ്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്?
അനുഷ്ഠാനം കൊണ്ട് ഉയരാൻ കഴിയുന്നവരാണ്. നിങ്ങൾക്ക് ഭാഗവതത്തിലെ എത്ര പേര് നാരായണീയം പഠിച്ചവരുണ്ട് ഇവിടെ? നാരായണീയം. ഇപ്പം നാരായണീയത്തിൽ ഭട്ടതിരിപ്പാട് പ്രഹ്ലാദൻ്റെ സ്തുതിയിൽ നിന്നൊരു സ്തുതി എടുക്കും. പ്രഹ്ലാദ സ്തുതി. അവിടെ വിപ്രാദിഷാദ് ഗുണാരവിന്ദ അരവിന്ദ പാദാരവിന്ദ വിമുഖാൽശബജം വരിഷം ഭാഗവതത്തിൽ വരെയുണ്ട്. പിന്നീട് നോക്കാം നമുക്ക്. അത് ഭട്ടതിരിപ്പാട് അവതരിപ്പിച്ചുകൊണ്ട് പറയും: ഭൂമൻ കായേന വാചാ മുഹുരഭിമനസാ പ്രേരിതാത്മാ വിദ്യത് കുർവേ സമസ്തം തദിഹപരതരേ ത്വയ്യസോ അർപ്പയാമി ജാത്യാപീഹശ്വഭാഗ. ജാത്യാശ്വഭാഗ, ജാതി കൊണ്ട് ഒരാൾ ശ്വഭാഗൻ. ശ്വഭാഗൻ എന്ന് പറഞ്ഞാൽ ചത്തതിനെയൊക്കെ കഴിക്കുന്നവരെയാണ് ശ്വഭാഗൻ, ചണ്ടാളൻ എന്ന് പൊതുവെ പറയുന്നത്. അപ്പോൾ ഒരാളെ ജാതി കൊണ്ട് ചണ്ടാളനാണ്, പക്ഷേ നിഖിലമന അനുഷ്ഠാനമുള്ള ഒരാളാണ്. ആര്? ഈ ചണ്ടാളൻ എന്തുണ്ട്? അനുഷ്ഠാനമുണ്ട്. അങ്ങനെ ജാത്യാപീകശ്വഭാഗ തൊയ് നിഖിലമന, അങ്ങയിൽ മനസ്സർപ്പിച്ചുകൊണ്ട് അനുഷ്ഠാനം ചെയ്യുന്ന ഈ ചണ്ടാളനും. എന്നാൽ ഒരാൾ ജന്മം കൊണ്ട് വിപ്രനാണ്, ബ്രാഹ്മണനാണ്, പക്ഷെ അത്ര ആത്മാർത്ഥമായൊരു ഭക്തിയൊന്നും ഇല്ല, അനുഷ്ഠാനമില്ല. ഇതിലാരാണ് ശ്രേഷ്ഠ എന്നാ ചോദിക്കുന്നത്? ഇതിലാരാണ് മഹാൻ എന്നാ ചോദിക്കുന്നത്? ജാത്യാപീകശ്വഭാഗത്വയി നിഖിലമന കർമ്മവാഗിന്ദ്രിയാർത്ഥ പ്രാണോ വിശ്വം പുനീതേ നതു വിമുഖമന ത്വൽപദൽ വിപ്രവര്യ. വിപ്രൻ വിമുഖമനനാണ്, ഇത് നിഖിലമനനാണ്. പാരാ ഇതിൽ ശ്രേഷ്ഠൻ? ചണ്ടാളനാണ് ശ്രേഷ്ഠനെന്ന് ഭട്ടതിരിപ്പാട് പറയുമ്പോൾ ജന്മം കൊണ്ടല്ല, അനുഷ്ഠാനം കൊണ്ട് ആർക്കും മഹാനായി ബ്രാഹ്മണനായി തീരാൻ സാധിക്കുമെന്ന് പറയുന്ന ഒരു നാട്ടിൽ ജാതീയത പറഞ്ഞിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? പറയൂ നിങ്ങൾ. എല്ലാവരോടും പറയുന്നത് എന്താണ്? അനുഷ്ഠാനത്തിലൂടെ ബ്രാഹ്മണ്യത്വം നേടൂ, ബ്രഹ്മത്വം നേടൂ എന്നാണ് പറയാനുള്ളത്. മനസ്സിലാവേണ്ടത് ഇതൊക്കെ മനസ്സിലായി. ഞാനിതെന്താ പറയാൻ കാരണം വെച്ചാൽ ഇപ്പോഴും കുറേ എണ്ണം ഈ കാലടി സർവകലാശാലയിൽ കുറേ പ്രൊഫസർമാരുണ്ട്, യൂസ്ലെസ്സുകൾ. കഷ്ടം തോന്നും. ഇപ്പോഴും മനുഷ്യൻ്റെ മനസ്സ് ഇത്ര വികൃതി. എന്ത് PhD ആണ് അടുത്ത് എനിക്കറിയില്ല. സോ നെഗറ്റീവായി എപ്പോഴും വേണ്ടാത്തതും പറഞ്ഞിരിക്കുന്ന കുറേ എണ്ണം. ആരുടെങ്കിലൊക്കെ ശ്രദ്ധയിൽ പെടുന്നുണ്ടോ എന്നറിയില്ല. അത് ഇങ്ങനെയൊക്കെയുള്ള കുറേ എണ്ണമുണ്ട്. എനിക്കിങ്ങനത്തെ കുറേ വീഡിയോസും ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ പലരും അയച്ചു തരും. വളരെ വിഷമം തോന്നും. ദൈവമേ, ഇവർക്കൊക്കെ ആരായി PhD കൊടുത്തത്? എന്തൊരു ശാപമാണ്. കാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇവരൊക്കെ പഠിപ്പിച്ച കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? മനസ്സിലായില്ലേ? കഷ്ടം തോന്നും. അതുകൊണ്ട് ഇതെല്ലാം നമ്മളൊന്ന് പ്രചരിപ്പിക്കണം. ആരെയും ജാതീയതയിൽ താഴ്ത്തുന്ന നാടല്ല, മറിച്ച് എല്ലാവരെയും ബ്രാഹ്മണാ ബഭൂവു. പറയൂ, ബ്രാഹ്മണാ ബഭൂവു. ആരായി തീർക്കുകയാണ്? ബ്രാഹ്മണരായി തീരാൻ. അങ്ങനെയുള്ളൊരു സംസ്കൃതി ശ്രേഷ്ഠമല്ലേ? ശ്രേഷ്ഠമല്ലേ? പറയൂ നിങ്ങൾ. നമുക്ക് വലിയ ബഹുമാനം തോന്നും. നോക്കൂ, സ്ത്രീ പുരുഷ ഭേദം പോലും ഇല്ല അവിടെ. എല്ലാവരെയും ഉയർത്തുന്നൊരു സംസ്കാരം. പണിയെടുക്കണം, മെനക്കെടണം. വായും പൊളിച്ചിരുന്നാൽ കിട്ടുന്നതല്ല. അവരത്രമാത്രം യജ്ഞശീല. എന്ത് ചെയ്തു? നിരന്തരം അവരതിനു വേണ്ടി പറയൂ, മെനക്കെട്ടു, പണിയെടുത്തു. എന്താ പണിയെടുത്തത്? നട്ടെല്ല് നിവർന്നിരുന്ന് ജപമൊക്കെ ചെയ്തു. ഇതിങ്ങനെ വാഴക്കൊല പോലെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ എന്ത് ജപം വരുന്നു? എന്ത് ബ്രാഹ്മണ ബഭൂവ? ഒന്നും നടക്കില്ല. അതുകൊണ്ട് അതിനൊക്കെ വേണ്ടി ഇത്തിരി മെനക്കെടണം, പണിയെടുക്കണം, ബുദ്ധിമുട്ടണം, കഷ്ടപ്പെടണം, എന്നാലേ കിട്ടുള്ളൂ. ഇപ്രകാരം ഈ ഒരു ഭാഗം കഴിഞ്ഞ് പിന്നീട് ഭരതൻ രാജ്യഭരണം ഏറ്റെടുത്ത്. ഭരതൻ രാജ്യഭരണം ഏൽക്കുമ്പോഴാണ് ഈ രാജ്യത്തിൻ്റെ പേര് ഭാരതമെന്ന്. അതും ഭാഗവത്തിൽ ഈ 4-ാം അധ്യായത്തിൽ ഇപ്പം കണ്ട അധ്യായത്തിൽ 9-ാം ശ്ലോകത്തിൽ പറയും: യേഷാം ഖലു മഹായോഗി ഭരതോ ജ്യേഷ്ഠ ശ്രേഷ്ഠഗുണ ആസീത് ഏനേതം വർഷം ഭാരതം ഇതി. എന്താ ഈ ഭാരതം എന്നുള്ള പേരിനർത്ഥം അറിയൂ നിങ്ങൾക്ക്? ഈ നാടിന് ഭാരതം എന്ന് പറയാൻ ഭരതൻ ഭരിച്ചതുകൊണ്ട് മാത്രമല്ല, ഭ എന്നതിന് പ്രകാശം എന്നാണ് അർത്ഥം സംസ്കൃതത്തിൽ. എന്താണ്?
പ്രകാശത്തിൽ രഥം, രഥം എന്ന് പറഞ്ഞാൽ രതി, പ്രകാശത്തോട് രതിയുള്ളവരുടെ നാട്. ഇപ്പം ഏത് പ്രകാശത്തെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? പുറമേയുള്ള പ്രകാശമായിരിക്കുമോ, ആത്മപ്രകാശമായിരിക്കുമോ? ഏത് പ്രകാശം? ആത്മപ്രകാശത്തോട് രതിയുള്ളവരുടെ നാടെന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം അർത്ഥം? ബോധം, പൂർണ്ണബോധത്തിലേക്ക്, ആ പൂർണ്ണ പ്രകാശത്തിലേക്ക് ഉയരാൻ വേണ്ടി, അതിനുവേണ്ടി പ്രയത്നിക്കുന്നവരുടെ നാടിൻ്റെ പേരാണ് പറയൂ ഭാരതം. അപ്പം നമ്മളൊക്കെ ഭാരതീയരാണെന്ന് പറയണമെങ്കിൽ എന്ത് വേണം? ഒരു ഭാഗത്ത് കുത്തിയിരുന്ന് ചൊറിയും പറഞ്ഞ് വിഷമവും പറഞ്ഞ് ഇങ്ങനെ ചൊറിമാന്തി സുഖവും അനുഭവിച്ച് ജീവിച്ചാൽ ഭാരതീയരാവുമോ? ഇല്ല. ആരായി തീരും? ചൊറിയന്മാരായി തീരും. ഇപ്പം നമ്മൾ എന്ത് വേണം? ദിവസവും അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്ത് മനസ്സിനെ അഖിലാണ്ട മണ്ഡല അണിയിച്ചൊരുക്കി അതിനുള്ളിലാനന്ദ ദീപം കൊളുത്തി. എന്ത് വരികളാ നമ്മൾ പഠിപ്പിച്ചിരുന്ന സ്കൂളിലല്ലേ? പണ്ടതല്ലേ ചൊല്ലിയിരുന്നത് അല്ലേ? അതിനെന്തൊരു ഭംഗിയായിരുന്നു നോക്കൂ. അതെന്തൊരർത്ഥത്തിലാണ് എഴുതിയിരിക്കുന്നത് അറിയോ? നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലാവുണ്ടോയെന്നറിയില്ല. അഖിലാണ്ട മണ്ഡല അണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദദീപം. ദീപം ആനന്ദദീപം എന്ന് പറയണമെങ്കിൽ അത് സാധാരണ വെളിച്ചമല്ലത്, അത് ബോധപ്രകാശമാണ്. ആനന്ദം തരുന്ന ദീപം ആനന്ദദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ എന്നും. ഇതൊരർത്ഥം എന്നറിയോ? ഒരു ഡെപ്താണ് സാധനം. അതത്ര വലിയ മഹാന്മാർക്ക് എഴുതാൻ പറ്റില്ല വരികൾ. മനസ്സിലാവുണ്ടോ? നാരായണ ഗുരുദേവൻ പറയും, ആഴണം വാഴണം നിൻ മഹസ്സാമാഴിയിൽ ഞങ്ങളാകവേ. വാഴണം വാഴണം സുഖം മഹസ്സാമാഴിയിൽ, ആഴിയിൽ വാഴണം വാഴണം സുഖം. ഇതൊരു അർത്ഥം, ആ ഡെപ്താണതൊക്കെ. മനസ്സിലാവുണ്ടോ? മനസ്സിലാവുണ്ടോ? ഭട്ടതിരിപ്പാട് അത് തന്നെയാണ് പറയണത്. നമ്രാണം സന്നിധത്തെ സതതമഭിപുരസ്ഥൈ അനഭ്യർത്ഥിതാനഭി അർത്ഥാൻ കാമാൻ അജസ്രം വിതരസി പരമാനന്ദ സാന്ദ്രാം ഗതിം ച. പരമാനന്ദ സാന്ദ്രാം ഗതിം. ഓ, എന്തൊരു വാക്കുകളാണ് അതൊക്കെ അവർ ഉപയോഗിച്ചത്. അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഒരു അത്ഭുതമാണ്. നിൽക്കട്ടെ, ഏതായാലും ഭരതൻ രാജ്യം ഭരിച്ചു. ഭരതൻ രാജ്യം ഭരിച്ച് കാലം മുന്നോട്ട് പോയി. ഞാൻ കുറച്ച് ഷോർട്ടായിട്ട് പറഞ്ഞു, ടൈം പോകുന്നുമുണ്ട്. അപ്പം ഭരതൻ്റെ പുത്രനെ രാജ്യഭാരം ഏൽപ്പിച്ച് ഭരതൻ തപസ്സിന് വേണ്ടി പോയി. ഭരതൻ തപസ്സിന് വേണ്ടി പോയത് നേപ്പാളിൽ മുക്തിനാഥം എന്നൊരു സ്ഥലമുണ്ട്. കേട്ടിട്ടുണ്ടോ അറിയില്ല. ഈ മുക്തിനാഥം എന്ന് പറയുന്നത് കാളികണ്ഠകി നദീ തീരത്താണ്. അവിടെ ഒരു ദാമോദർ കുണ്ടുണ്ട്. അവിടെ രൂപപ്പെടുന്ന ചെറിയ കല്ലുകളാണ്, ഉള്ളിൽ ചക്രം രൂപപ്പെട്ടുകൊണ്ടുള്ള കല്ലുകളാണ് സാളഗ്രാമം എന്ന് പറയുക. അത് നിങ്ങൾ അവിടെ പോകണം, എന്നാലേ അതിൻ്റെ ഒറിജിനലൊക്കെ കാണാൻ പറ്റുള്ളൂ. സാളഗ്രാമങ്ങൾ ഇവിടെ ഇപ്പോൾ അതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് വരുന്നുണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കുകയും വേണം. അത് വാങ്ങിക്കുമ്പോൾ കള്ളത്തരം നല്ലോണം ഉണ്ട്. രുദ്രാക്ഷത്തിൽ പോലും കള്ളത്തരമുണ്ട്. അതൊക്കെ നമുക്ക് ഭദ്രാക്ഷം രുദ്രാക്ഷമാക്കി വിറ്റുകളയും. അതുകൊണ്ട് ഒത്തിരി ബോധമുള്ളവർ വേണം അതൊക്കെ വായിക്കാൻ. നിൽക്കട്ടെ, ഇദ്ദേഹം തപസ്സിന് പോയത് അവിടെയാണ്. അതിനെ പറയും പുലഹാശ്രമം എന്ന് പറയും. എന്താണ്? അവിടെയാണ്. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ രാവിലെ കുളിക്കാൻ വേണ്ടി കാളികണ്ഠകിയിലേക്ക് പോകുമ്പം ഒരു വയറ് നിറഞ്ഞ ഒരു മാൻ, എന്ന് വെച്ചാൽ ഗർഭിണിയായ മാൻ, പ്രസവിക്കാറായ മാൻ, ഇതിനെ പിടികൂടാൻ ഈ പുലികളൊക്കെ ഉണ്ടാവും. ഹിമാലയൻ സാനുക്കളാണ്. ഞാൻ ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ ഹിമാലയത്തിൻ്റെ ഏരിയയാണ്, ഭയങ്കര തണുപ്പുള്ള ഏരിയയാണ്. അപ്പം ഒരു ഹിമപുലിയേറ്റ് പിന്തുടർന്ന് കാണാം. ഈ രാജാവ് നോക്കുന്ന സമയത്ത് പാവം പുലി, പാവം മാൻ ജീവനിൽ കൊതിച്ച് അതിൻ്റെ കുട്ടിയെ രക്ഷിക്കണം, അതിനു വേണ്ടി വെപ്രാളപ്പെട്ടുകൊണ്ട് ഓടി വന്ന് ഈ ഗണ്ഡകി നദിയുടെ തീരത്തെത്തി.
രാജാവാണെങ്കിൽ അവിടെ കുളിക്കാൻ വേണ്ടി ഇറങ്ങി നിൽക്കുക. ഈ സമയത്ത് ഈ പാവം മാൻ ആ പുലിയെ പിടിച്ച് വെള്ളത്തിലേക്ക് ഒറ്റ ചാട്ടം. മാൻ ചത്തുപോയി പാവം. പക്ഷേ വയറിൽ നിന്ന് കുട്ടി പുറത്ത് ചാടി. ആ ചോര കുഞ്ഞിങ്ങനെ ഒഴുകി വരുന്നത് കണ്ടതും രാജാവിന് കരുണ തോന്നി. അദ്ദേഹം അതിനെ തുടച്ച് വൃത്തിയാക്കിയൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ അടുത്തവിടേക്കോ പോയി ഇത്തിരി പാലൊക്കെ സംഘടിപ്പിച്ച് ഇതിന് കൊടുത്ത് വളർത്തി. അമ്മയില്ലാത്തൊരു കുട്ടി. രാജാവ് അങ്ങനെ മാനിനെ വളർത്തി 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 രാജാവിൻ്റെ ധ്യാനവും ജപവും മുടങ്ങി. കുറേ കഴിഞ്ഞ് നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് മാനിനെക്കുറിച്ചൊരു ഉത്കണ്ഠ. മാന എങ്ങോട്ടെങ്കിലും പോയാൽ വല്ല മൃഗവും പിടിക്കുമോ, അതൊക്കെ വല്ലാത്തൊരു ആലോചന വന്നു. ഭയങ്കരമായൊരു മെൻ്റൽ ഒരു ഒബ്സഷൻ വന്നു. അദ്ദേഹത്തിന് ചിന്തിക്കാൻ വേറൊന്നുമില്ല, അപ്പം മാനയുള്ളൂ. വല്ലാത്തൊരു അവസ്ഥ. രാജാവിന് ക്രമേണ മനസ്സിലായി, ഈശ്വര, ഞാൻ മരിച്ചു പോയാൽ ഈ മാനിൻ്റെ ചിന്തയാണല്ലോ കൊണ്ടുപോവുക എന്ന്. മാനിൻ്റെ ചിന്തയും കൊണ്ടുപോയാൽ മനസ്സൊരു മാനിൻ്റെ ശരീരത്തിലേക്ക് എത്തിക്കും. എപ്പോഴും ഓർത്തോളൂ നിങ്ങൾ, അടുത്ത ജന്മം എങ്ങനെ അറിയണോ? അടുത്ത ജന്മം എങ്ങനെ നമുക്കറിയാം? എങ്ങനെയുള്ളതാവും? ഒന്നും വേറെ ആലോചിക്കണ്ട. ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞു തരും, നോക്കിയിട്ട് നമുക്ക് പറയാം. ഗീതയിൽ കൃഷ്ണൻ 8-ാം അധ്യായത്തിൽ 6-ാം ശ്ലോകത്തിൽ ഈ ശ്ലോകം പഠിച്ചു വെക്കണം. അടുത്ത ജന്മം എങ്ങനെയാവും നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാം. നിങ്ങൾക്ക് തീരുമാനിക്കാം എങ്ങനെയുള്ളൊരു ജന്മമാവും. അവിടെ പറയുന്നത് യം വാപി സ്മരൻ ഭാവം. കിട്ടിയല്ലോ അവർക്കും? യം വാപി സ്മരൻ ഭാവം. ഒന്ന് ചൊല്ലു. ത്യജത്യന്തേ കളേവരം തം തം അവൈതി കൗന്ദേയ സദാ സദ്ഭാവഭാവിത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശ്രദ്ധിക്കുക. യം ഭാവം സ്മരൻ. യം എന്ന് പറഞ്ഞാൽ യാതൊന്ന് ചിന്തകളും സ്വഭാവങ്ങളാണോ നിങ്ങൾ ഡെയിലി സ്മരിക്കുന്നത്, സ്മരിക്കുക എന്ന് പറഞ്ഞാൽ കൊണ്ടു നടക്കുന്നത്. തം അതിനനുസരിച്ച് തന്നെ ഉള്ളൊരു ജന്മം തന്നേ കിട്ടിയേ പറ്റുള്ളൂ. അപ്പം ഇവിടെ നമ്മുടെ മനസ്സ് ശ്രദ്ധിക്കണം. വിഷമങ്ങളും വേദനകളും കുറ്റങ്ങളും കുറവുകളും ന്യൂനതകളും അത് തന്നെ ഏറ്റിക്കൊണ്ട് നടന്നാൽ ഉറപ്പിച്ചോളൂ, അടുത്ത ജന്മം അതൊക്കെ തന്നെ കിട്ടാൻ പോണത്. ആസ് ദ മൈൻഡ് സോ ദ ലൈഫ് എന്നാണ്. ഇത് ഭാവയതി തത് ഭവതി. അപ്പം നിങ്ങളുടെ ജന്മം തീരുമാനിക്കുന്നത് ആരാണ്? ആരാ തീരുമാനിക്കുന്നത്? പറയൂ. അപ്പം കൃഷ്ണൻ ഗീതയിൽ 6-ാം അധ്യായത്തിൽ വീണ്ടും പറയും. ഈ ടോപ്പിക്ക് വീണ്ടും വരും 6-ൽ. പെട്ടെന്ന് നമ്മൾ 6-ലേക്ക് പോകണം. ലാസ്റ്റ് അവിടെ 38, 39, 30, 40, 41, 42 ശ്ലോകങ്ങളൊക്കെ. അവിടെ അർജുനനൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. കൃഷ്ണ, അയതി ശ്രദ്ധയോപേത യോഗാച്ഛലിത മാനസ് അപ്രാപ്യ യോഗ സംസിദ്ധിം കാം ഗതിം കൃച്ഛഗച്ഛതി. കൃഷ്ണ, ഞാൻ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട്, റെഗുലറായിട്ട്, വളരെ ഡിസിപ്ലിൻഡായിട്ട് എൻ്റെ അനുഷ്ഠാനങ്ങൾ കൊണ്ടു നടന്നു. അതായത് രാവിലെ എണീക്കണോ, രാമയ മുഹൂർത്ത രാവിലേക്ക് എണീറ്റ് ഓങ്കാരവും ജപവും ഒക്കെ ഞാൻ കൊണ്ടു നടക്കുന്നു. പക്ഷെ അതിനിടയ്ക്ക് ഞാൻ മരിച്ചുപോയാൽ കാ ഗതി കൃഷ്ണ ഗച്ഛതി, എൻ്റെ ഗതി കാ ഗതി, എന്ത് ഗതിയായിരിക്കും എനിക്ക് ഗച്ഛതി ഉണ്ടാവുക? അതായത് നമ്മൾ ഈ അനുഷ്ഠാനങ്ങളൊക്കെ അനുഷ്ഠിച്ച് പോകുന്നതിൻ്റെ ഇടയ്ക്ക് മരിച്ചുപോയാൽ അടുത്ത ഗതി ഉറക്കെ പറയൂ, എന്തായിരിക്കും? നല്ല ചോദ്യമല്ലേ? നല്ല ചോദ്യമല്ലേ? അതിന് കൃഷ്ണൻ ഉത്തരം പറയുകയാണ്. ശ്രീ ഭഗവാനുവാച
എന്താ ഉത്തരം? അർജുനോട് പറയുന്നു, പാർത്ഥനൈവേഹനാമുത്ര വിനാശത്തസ്യ വിദ്യതേ നഹി കല്യാണകൃത് ദുർഗതിം താത ഗച്ഛതി. ഈ ശ്ലോകം മറക്കരുത്. കല്യാണകൃത് പറയൂ. എന്താ കല്യാണകൃത് എന്ന് പറഞ്ഞാൽ? ഈ ശ്ലോകം നമ്മൾ മുമ്പ് ഇവിടെ ചർച്ച ചെയ്തതാണേ. കഴിഞ്ഞ ദിവസം പറഞ്ഞ ഓർക്കുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ട്, ഞാനിത് ഡിസ്കസ് ചെയ്താണ്. കല്യാണകൃത് പറയൂ. കല്യാണം എന്നുള്ള വാക്കിന് മാരേജ് അല്ല എന്ന് പറഞ്ഞു. കല്യാണം എന്ന് പറഞ്ഞാൽ മംഗളം, ശ്രേയസ്കരമായത്, ശ്രേയസ് തരുന്നത്, ഉന്നതി തരുന്നത്, അഭ്യുന്നതി തരുന്നത്. അപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ ഒരു കൃത്യനിഷ്ഠമായ ജീവിതം, അനുഷ്ഠാന ജീവിതം കൊണ്ടു നടന്നാൽ അതിൻ്റെ പേരാണ് കല്യാണകൃത്. ദുർഗതിം നഗച്ഛതി. അവർക്ക് എന്തുണ്ടാവില്ല? ഉറപ്പിച്ചോളൂ നിങ്ങൾ, എന്തുണ്ടാവില്ല? ദുർഗതി ഉണ്ടാവില്ല. അപ്പോൾ അവരെവിടെ ജനിക്കും? അതൊക്കെയാണ് ഇനി പറയുന്നത്. കൃഷ്ണൻ പറയും, അവർ യോഗിനാമേവ കുലേ ഭവതി. അല്ലെങ്കിൽ അടുത്ത വരികളൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അവിടെ പറയും, ശുചീനാം ശ്രീമതാം കേഹേ യോഗഭ്രഷ്ടോപിജ. അതായത് ചെറുപ്പകാലത്തിൽ തന്നെ അവരിലെ ആത്മീയ സംസ്കാരം വളർത്തിയെടുക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു ചുറ്റുപാടുള്ള അച്ഛനമ്മമാരുടെ കുടുംബത്തിലായിരിക്കും അവർ വന്ന് പറയൂ ജനിക്കുക. അപ്പം നമ്മളിവിടുന്ന് കൊണ്ടുപോയതൊന്നും നമുക്ക് നഷ്ടമാവില്ല. അത് സയൻസുമാണ്. കാരണം എനർജി കാൺ ബി ഡിസ്ട്രോയിഡ്. മനസ്സിലെ തോട്ട്സുകൾ ഇവിടെ രണ്ട് സാധനമേ ഉള്ളൂ. ഫിസിക്സാണ് പറയണത്. ഇവിടെ രണ്ട് സാധനമേ ഉള്ളൂ. ഒന്നുകിൽ എനർജി അല്ലെങ്കിൽ മാറ്റർ. മൂന്നാമത്തതുണ്ടെന്ന് തെളിയിക്കാൻ സയൻസിന് പറ്റിയില്ല. ദർ ഈസ് ഓൺലി ടു തിങ്സ്, ഇതർ മാസ് ഓർ എനർജി. ആൻഡ് മാസ് ഈസ് നത്തിങ് ബട്ട് മാനിഫെസ്റ്റഡ് എനർജിയാണ്. വെൻ എനർജി ഈസ് അപ്പിയർഡ്, എനർജി ഈസ് മാനിഫെസ്റ്റഡ്, ഇറ്റ് ഈസ് കോൾഡ് മാറ്റർ. അല്ലേ? ആണോ അല്ലയോ? അപ്പം നമ്മൾ ഈ ലൈറ്റ് കാണോ, ഇറ്റ് ഈസ് എൻ ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി വി കാൺ സീ, ബട്ട് വെൻ ഇറ്റ് മാനിഫെസ്റ്റ് ഇൻ ദ ഫോം ഓഫ് ലൈറ്റ് വി ക്യാൻ പെർസീവ്, കാണാൻ പറ്റും. ആണോ അല്ലയോ? ഈ സാധനങ്ങളൊക്കെ ഇരുമ്പ് ഓറായിരുന്നു, മണ്ണിൽ കിടക്കുകയായിരുന്നു. അതിനെല്ലാം കളക്ട് ചെയ്ത് പിന്നീട് അയൺ സ്റ്റീൽ ബാറുകളായി. അങ്ങനെയാണ് ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്ന സാധനമാക്കിയത്. ആണോ? നിങ്ങൾ പോയി ഈ കരിങ്കൽ അല്ല, എന്താണ്, നിങ്ങൾ ഈ ഖനികളുണ്ട് ഛത്തീസ്ഗഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ, അവിടെയൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ അയൺ ഓറിൽ നിങ്ങൾക്ക് ഇരുമ്പ് കാണാൻ പറ്റും, നിങ്ങൾക്ക് കുറച്ച് കറുത്ത പൊടി കാണാൻ പറ്റും. അല്ലേ? അതല്ലേ കാണാൻ പറ്റുള്ളൂ. ആണോ? ഇതുപോലെ ഇപ്പം നമുക്ക് പാല് മേടിക്കുമ്പോൾ വെണ്ണ കാണാൻ പറ്റുമോ? പക്ഷെ പാലിൽ വെണ്ണയുള്ളതുപോലെ ഈ പ്രപഞ്ചം എനർജിയിലുണ്ട്. അപ്പോൾ എനർജിയും മാറ്ററും മാത്രമേ ഉള്ളൂ എങ്കിൽ മനസ്സെന്ന് പറയുന്നത് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അത് എനർജിയാണ്. കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത് മാറ്ററാണ്. ആണോ? അപ്പം എനർജിക്ക് നാശമില്ലെങ്കിൽ മനസ്സിന്, അവർക്ക് പറയൂ നിങ്ങൾ, നാശമുണ്ടാക്കാൻ പറ്റില്ല. അപ്പം പിന്നെ നാശമില്ലാത്തത് വീണ്ടും എന്തു ചെയ്യും? പ്രകടമായേ പറ്റുള്ളൂ. നാശമില്ലാത്തത് വീണ്ടും പ്രകടമായേ പറ്റുള്ളൂ. കാരണം അതെവിടെ നിന്ന് വന്നോ അവിടെ എത്തുന്നത് വരെ അത് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? അതാണ് പ്രകൃതിയുടെ നിയമം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വീണ്ടും ജനിക്കാൻ ബാധ്യസ്ഥരാണ്. ആർക്കും ഈ ചക്രത്തിൽ നിന്ന്, എന്നല്ല നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്, കൊച്ചുകുട്ടി സ്വപ്നം കാണുന്നതൊക്കെ അല്ലേ, പറഞ്ഞില്ലേ? അപ്പോൾ ഓരോരുത്തരും കൊണ്ടുവരുന്ന സ്വപ്നം ഈ ജന്മത്തിലല്ലല്ലോ ആ കുട്ടിയുടേത്. ആണോ? അല്ല. അപ്പോൾ പൂർവ്വജന്മത്തിൻ്റെ തുടർച്ചയാണെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന സംസ്കാരങ്ങളാണ് അടുത്ത ജന്മം എങ്ങനെയാവണമെന്ന്. അപ്പം ഇവിടെ നന്നാക്കിയിട്ട് പോവല്ലേ നല്ലത്. ഇത് കൊളാക്കണോ? ഇത് മുഴുവൻ കുഴപ്പത്തിലാക്കണോ? വേണോ? അപ്പം കാലത്ത് എണീക്കണം, ഇരുന്നിട്ട് എന്ത് ചെയ്യണം? ബാത്റൂം പോയിട്ട് വീണ്ടും കടന്നുറങ്ങണം. അങ്ങനെയൊക്കെ വേണ്ടു വെച്ചാൽ അതൊക്കെ മതി. അതല്ല ഇരുന്ന് കുറച്ച് നേരം ജപിക്കണം, ഭജിക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ മെനക്കെടുക. അതൊരു ശീലമാക്കി മാറ്റുക. ഇല്ല, എന്തൊരു രസമാണെന്ന് നോക്കൂ. നിങ്ങൾക്ക് രാവിലെ നോക്കൂ, അമ്പലത്തിലൊക്കെ വന്ന് ഒരു 4-5 പ്രാവശ്യം പ്രദക്ഷിണമൊക്കെ വെച്ച് ഒരു 108 തവണ നാമൊക്കെ ചൊല്ലി ശീലിച്ചങ്ങനെ പോയി നോക്കൂ. നിങ്ങൾ ജീവിതം കംപ്ലീറ്റ് മാറി മറിയും. ഇപ്പം നിങ്ങൾ ആരാണ് നോക്കണ്ട. ഇനി നിങ്ങളിൽ നിന്നൊരു
മഹാൻ അങ്ങനെ പൊങ്ങി വരും. മനസ്സിലായില്ലേ? നിരന്തരമായി ബ്രാഹ്മണാബഭൂവ, കാലം കൊണ്ട് നിങ്ങളിൽ നിന്ന് ഒരു മഹാൻ അങ്ങോട്ട് ഉയർന്നു വരും. ഉയർത്തെഴുന്നേൽക്കണോ?